അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. വഹാബികൾ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ആയത്തുകളെക്കുറിച്ചാണ് നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽപ്പെട്ട ഒരായത്താണ് സൂറത്തുൽ ഫാത്തിറിലെ 13-14 ആയത്തുകൾ. വല്ലദീന തദഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ ഇൻ തദഊഹും ലാ യസ്മഊ ദുആഅക്കും വലൗ സമിഊ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശ്ശിർകിക്കും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. സൂറത്തുൽ ഫാത്തിറിലെ 13-14 വചനങ്ങൾ. ഈ ആയത്ത് വ്യാപകമായി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി സാധാരണയായി വഹാബികൾ ഉപയോഗിക്കുന്ന ആയത്തുകളാണ്. വല്ലദീന തദഊന മിൻ ദൂനിഹി, അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കൾ, മാ യംലികൂന മിൻ ഖിത്മീർ, അവ ഒന്നും ഉടമപ്പെടുത്തുന്നില്ല. ഇൻ തദഊഹും, നിങ്ങൾ അവരെ വിളിച്ചാൽ, ലാ യസ്മഉ ദുആഅക്കും, അവർ നിങ്ങളുടെ വിളി കേൾക്കുകയില്ല. വലൗ സമിഉ, ഇനി കേട്ടാൽ തന്നെ, മസ്തജാബു ലക്കും, നിങ്ങൾക്കവർ ഉത്തരം ചെയ്യുകയുമില്ല. ഈ ആയത്ത് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് മഹാന്മാരോട് നടത്തുന്ന ഇസ്തിഗാസ അവരെ വിളിച്ചാൽ കേൾക്കുകയില്ലെന്നും ഇനി വിളിച്ചാൽ കേട്ടാൽ തന്നെ അവർ ഉത്തരം ചെയ്യുകയില്ലെന്നും എന്നെല്ലാം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു വരത്താറുണ്ട് വഹാബികൾ. യഥാർത്ഥത്തിൽ എന്താണ് മഹാന്മാർ ഈ ആയത്തുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. മഹാനായ ഇമാം ഇബ്നു ജരീർ ത്വബരി റളിയല്ലാഹു അൻഹു അവിടുത്തെ ജാമിഉൽ ബയാനിൽ രേഖപ്പെടുത്തി വെക്കുന്നതായി കാണാം. ഖൗലു തആല ദിക്റുഹു ഇൻ തദ്ഉ അയ്യുഹന്നാസ് ഹൗലാഇൽ ആലിഹത്തല്ലത്തി തഅബുദൂനഹാ മിൻ ദൂനില്ലാഹ്. ഓ ജനങ്ങളെ, അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ ആരാധിക്കുന്ന ആരാധനാ മൂർത്തികളെ, ആരാധനാ വസ്തുക്കളെ, ബിംബങ്ങളെ നിങ്ങൾ ആരാധിച്ചാൽ, ലാ യസ്മഉ ദുആഅക്കും, അവർ നിങ്ങളുടെ വിളികൾ കേൾക്കുകയില്ല. എന്താണ് അവ വിളികൾ കേൾക്കാതിരിക്കാനുള്ള കാരണം? ലിഅന്നഹാ ജമാദുൻ, അവകൾ അജീവ വസ്തുക്കളാണ്. ലാ തഫ്ഹമു അൻകും മാ തഖൂലുൻ, നിങ്ങൾ പറയുന്നതൊന്നും അവർക്ക് മനസ്സിലാവുകയില്ല. ഈ ആയത്ത് മഹാന്മാരോട് നടത്തുന്ന ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ടതല്ലെന്നും മറിച്ച് ഈ ആയത്ത് മുശ്രിക്കുകൾ ആരാധിച്ചിരുന്ന ബിംബങ്ങളെക്കുറിച്ചും അവർ ആരാധിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഈ ആയത്തിൽ പ്രതിപാദിക്കുന്നത് എന്നും മഹാനായ ഇബ്നു ജരീർ ത്വബരി റളിയല്ലാഹു അൻഹുവിന്റെ വിശദീകരണത്തിലൂടെ വളരെ വ്യക്തമാണ്. ഇനി ഇതേ അർത്ഥം വരുന്ന മറ്റൊരായത്ത് സൂറത്തുൽ അഅറാഫിന്റെ 197-ാമത്തെ വചനം. വല്ലദീന തദ്ഊന മിൻ ദൂനിഹി ലാ യസ്തതിഊന നസ്റക്കും വലാ അൻഫുസഹും യൻസുറൂൻ. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇസ്മാഈൽ അൽ ഹിക്കി റളിയല്ലാഹു അൻഹു അവിടുത്തെ റൂഹുൽ ബയാനിൽ വ്യക്തമായി പറയുന്നുണ്ട്, അല്ലദീന തദ്ഊന യാ അബ്ദത്തൽ അസ്നാം, ഓ ബിംബാരാധകരെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് മഹാനവറുകൾ ഈ ആയത്തിനെ വിശദീകരിക്കുന്നത് തന്നെ. ശേഷം അവസാനമായി ചേർത്തി പറയുന്നുണ്ട്, വഹാദാ ബിഖിലാഫി തവജ്ജുഹി ഇലാ റൂഹാനിയത്തിൽ അംബിയാഇ വൽ ഔലിയാഇ, അംബിയാക്കളും ഔലിയാക്കളും അടങ്ങുന്ന മഹാന്മാരോട് നടത്തുന്ന ഇസ്തിഗാസ അത് ഇതിന് നേർവിപരീതമാണ്. വൈൻകാനു മഖ്ലൂഖീന, അവരും അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണെങ്കിൽ പോലും, ഫഇന്നൽ ഇസ്തിംദാദ മിൻഹും, അവരോട് സഹായം തേടൽ, വത്തവസ്സുല ബിഹിം, അവരെ വസീലയാക്കി ദുആ ചെയ്യൽ, വൽ ഇന്തിസാബ ഇലൈഹിം, അവരോട് ബന്ധപ്പെടൽ. എന്നിട്ട് ശേഷം മഹാനവറുകൾ പറയുകയാണ്, വലൈസ ദാലിക ബിശ്ശിർകിൻ അസ്ലൻ, അതൊരിക്കലും ശിർക്കേ ആകുന്നില്ല എന്നല്ല, ബൽ ഹുവ ഐനു തൗഹീദ്, അത് യഥാർത്ഥ തൗഹീദ് തന്നെയാണ് എന്ന് മഹാനായ ഇസ്മാഈൽ ഹിക്കി റളിയല്ലാഹു അൻഹു ബിംബാരാധനയുമായി ബന്ധപ്പെട്ട ആയത്തുകൾ വിശദീകരിക്കുന്നിടത്ത് തന്നെ ഇസ്തിഗാസ അതുമായി ബന്ധമുള്ളതല്ലെന്നും ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് തൗഹീദിന്റെ ഭാഗമാണെന്നും അതേസമയത്ത് ബിംബാരാധനയുമായി ബന്ധപ്പെട്ടത് അത് യഥാർത്ഥ ശിർക്കുമാണ് എന്നും വളരെ വ്യക്തമായി രണ്ടും വേർതിരിച്ച് നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ഇങ്ങനെ വളരെ വ്യക്തമായി മഹാന്മാർ രേഖപ്പെടുത്തി വെച്ച കാര്യങ്ങളിലാണ് വഹാബികൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വക്രീകരിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ പറഞ്ഞു വരത്തുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഖവാരിജുകളുടെ അടയാളമായി മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് നാം പരാമർശിച്ചിട്ടുണ്ട്.
ഇന്നഹും ഇൻ തലഖു ആയാത്തിൻ നസലത്ത് അലൽ കുഫാരി ഫജഅലുഹ അലൽ മുഅ്മിനീൻ. മുശ്രിക്കുകളായ കാഫിറുകളായ ആളുകളുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ആയത്തുകൾ അത് മുഅ്മിനീങ്ങളുടെ മേൽ ചാർത്തിക്കൊടുത്തുകൊണ്ട് മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു അല്ലാതെ മറ്റാരും ഇലാഹില്ലെന്ന് വിശ്വസിക്കുന്ന വിശ്വാസികളെ മുശ്രിക്കുകളും കാഫിറുകളുമാക്കാൻ ഖവാരിജുകൾ ചെയ്തിരുന്ന പണി എന്താണോ അതേ പണി തന്നെയാണ് ഇന്ന് വഹാബികളും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.